You are watching TV Next. നമസ്കാരം മനോജ് മാഷേ. നമസ്കാരം. ഇന്റർനാഷണൽ ഷോട്ടോക്കാൻ അക്കാഡമിയുടെ 14ാമത് ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ആണ് നടക്കുന്നത്. എന്ത് തോന്നുന്നു? നല്ല സന്തോഷം. എന്താണെന്ന് വെച്ചാൽ 14 കൊല്ലക്കാലമായിട്ട് ഒരു കൊല്ലം മുടങ്ങാതെ നമുക്ക് ഈ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടാൻ പറ്റി. നമുക്ക് ബുദ്ധിമുട്ടായി കൊറോണ സമയത്ത് ഒരു കൊല്ലം മാത്രം നമുക്ക് മുടങ്ങിപ്പോയത്. ശരിക്കും 15ാമത്തെ കൊല്ലം ആവുകൊണ്ടാണ്. പക്ഷേ 14 കൊല്ലം കൊറോണ ഒഴിവാക്കി 14 കൊല്ലം നല്ല ഭംഗിയായിട്ട് പരിപാടി ഇതുവരെ നടത്താൻ പറ്റി. ഇപ്പോൾ പഴയ പോയില്ല. പണ്ട് നമ്മുടെ എയ്ഡഡ് സ്കൂൾ അൺഎയ്ഡഡ് സ്കൂൾ മാത്രമാണ് ഈ കരാത്തെ അവർ സജീവമായി കൊണ്ടുവരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഗവൺമെൻറ് സ്കൂൾ തന്നെ PTA മുന്നിട്ടിറങ്ങിയിട്ട് കരാത്തെ സ്കൂൾ എല്ലാ സ്കൂളിലും ഒരുവിധം ഭൂരിപക്ഷ സ്കൂളുകളും കരാത്തെ നടത്തുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് 7ാം ക്ലാസ് വരെയുള്ള കുട്ടിക്കും 8ാം ക്ലാസ് വരെയുള്ള കുട്ടിക്കും +2 വരെയുള്ള കുട്ടിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള കരാത്തെ ക്ലാസ്സുകൾ, മറ്റേ 20 hours 20 മണിക്കൂർ ക്ലാസ്സുകൾ, അങ്ങനെ ഗവൺമെൻറ് പൈസ കൊടുത്ത് നടത്തുന്ന പരിപാടിയുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കരാത്തയ്ക്ക് വളരെ സപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മാനസികമായും ശാരീരികമായിട്ടും കുട്ടികളെ മുൻപന്തിയിൽ എത്തിക്കാൻ സ്കൂൾ എഡ്യൂക്കേഷൻ പോലെ തന്നെ നമുക്ക് ഒരു 10ാം ക്ലാസ് എത്തുമ്പോഴേക്ക് ആ കുട്ടി മെൻ്റലി ആൻഡ് സ്പിരിച്വലി ഫിസിക്കലി 3 ഘട്ടങ്ങളിൽ ആ കുട്ടി നല്ല രീതിയിൽ മുന്നേറും. ആ ബുദ്ധിവൈഭവം എല്ലാത്തിനും കാണിക്കും. ഇപ്പോൾ പറയാലോ, ഒരു കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞാൽ വളരെ രീതിയിൽ വേണ്ടാത്ത രീതിയിൽ വഴിയെത്തി പോകുന്ന കാലഘട്ടമാണ്. അത് മാറിയിട്ട് എൻ്റെ ആരോഗ്യമാണ് എനിക്ക് വേണ്ടത്, ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന ചിന്താഗതി കുട്ടിക്കുണ്ടാവും. കുട്ടികൾ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് തീർച്ചയായും പറ്റും. അതുപോലെ നമ്മുടെ ഫ്രാൻസിസ് മാഷ് വളരെ കാലമായിട്ട് ജീവിതം തന്നെ കരാട്ടയ്ക്ക് വേണ്ടി വിനിയോഗിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ആ പുള്ളിയോട് സഹകരിച്ച് ഇങ്ങനത്തെ ഒരു ക്യാമ്പിന് പങ്കെടുക്കുമ്പോൾ പുള്ളിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇതെന്താ പറയുക വെച്ചാൽ സ്വന്തം വീട് വരെ ഒരു മ്യൂസിയം ആക്കി മാറ്റിയ ആളാണ്. അതിന് കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്വന്തം വീട് മ്യൂസിയം ആക്കി മാറ്റിയിട്ട് അദ്ദേഹം കിടക്കുന്ന ചെറിയ വീട്ടിലും കരാത്തേൻ്റെ മ്യൂസിയം വലുതായി കാണിച്ച ആളാണ് അദ്ദേഹം. അപ്പം കൊല്ലങ്ങളായിട്ട് ഇത്ര കൊല്ലമായിട്ട് മുടങ്ങാതെ പരിപാടി നടത്തുക എന്ന് പറയുകയാണെങ്കിൽ അത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏത് സാഹചര്യത്തിലും എല്ലാത്തിനും അതിജീവിച്ച് ഇദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ഭംഗിയായ രീതിയിൽ വേണ്ടപ്പെട്ട ആളുകളെ മാത്രം വിളിച്ച് നല്ല രീതിയിൽ പരിപാടി നടത്തുന്ന, ആർക്കും ഒരു ദോഷം വരാത്ത രീതിയിൽ. അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റ് പോയി കഴിഞ്ഞാൽ പല കുറ്റങ്ങളും ഉണ്ടാവും. പക്ഷേ ഇദ്ദേഹം നടത്തുന്ന ടൂർണമെൻറ്റിൽ ഒരു കുറ്റങ്ങൾ ഉണ്ടാവാറില്ല. എല്ലാവരും ഇവിടെ ഹാപ്പി ആയിട്ടാണ് പോവാറ്. ഇപ്പോൾ നമ്മൾ 14ാമത് നാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പാണ്. മനോജ് സാർ വന്നിട്ടുണ്ട്, മാഡം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾ കുറച്ച് കൂടിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു? ഇല്ല, എനിക്കിത് അഭിമാനം തോന്നുന്നു. കാരണം ഞാൻ വളരെ കുട്ടികളെ കുറച്ച് വളരെ ഭംഗിയായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ ആ രീതിയിൽ തന്നെയാണ് എല്ലാ വർഷവും ഞാൻ മുടങ്ങാതെ നടത്തുന്നത്. ഇദ്ദേഹം അറിയാം, എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഇന്റർനാഷണൽ ഷോട്ടോക്കാൻ കരാട്ടെ ഇന്ത്യയുടെ ചീഫാണ്. ഇവർ പിന്നെ ടാലൻറ്റ് ഷോയിൽ കൂടെ എല്ലാവർക്കും അറിയപ്പെടാം. കരാട്ട ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സിനിമയിലുണ്ട്, സീരിയലിലുണ്ട്. അടുത്ത് കേരളത്തിൽ ഒരു സ്റ്റണ്ട് അസോസിയേഷൻ ഉണ്ട്, അതിൻ്റെ സെക്രട്ടറിയും കൂടെയാണ് ശ്രീകാന്ത് മനോജ് മഹാദേവ. അപ്പോൾ ഇവരുടെ സപ്പോർട്ടാണ് ഞാനിത് ചെയ്യാൻ ഒരു താല്പര്യം വർഷം തോറും വരുന്നത്. തീർച്ചയായിട്ടും ഇവർ നമ്മളൊരു ഫാമിലിയെ പോലെയാണ്. ഇവരുടെ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് ഇത്രയും പ്രോത്സാഹനം, ഇത്രയും കുറഞ്ഞ കുട്ടികളെ വെച്ച് ഇത്രയും ഭംഗിയായിട്ട് നടത്തേണ്ട ഒരു പ്രോത്സാഹനം തരുന്നത് മനോജ് മഹാദേവ, ബിന്ദു സെൻസായി, ഈ ടീമാണ്. പുതിയ മാഷന്മാർ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ എത്രത്തോളം ഒരു എഫർട്ടാണ് എടുക്കുന്നത്?
വളരെ സന്തോഷമുണ്ട്. അവർക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആവും. എൻ്റെ ടൂർണമെൻറ്റിൽ ധാരാളം കുട്ടികൾ ആദ്യമായിട്ട് വന്ന് പങ്കെടുത്ത് മെഡലും പ്രൈസും വാങ്ങി സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്, നാഷണലിൽ പോയിട്ടുണ്ട്, വളരെ രീതിയിൽ വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവരുടെ ഒരു അറപ്പ് മാറുക അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കുക, അവരുടെ കഴിവ് പ്രകടിപ്പിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതൊരു വലിയൊരു കാര്യമാണ്. വളരെയധികം സന്തോഷം. കൂടുതലും പെൺകുട്ടികളെ ഇവിടെ കാണുന്നുണ്ട്. പെൺകുട്ടികൾ മുന്നോട്ടേക്ക് വരണം. സന്തോഷം. എല്ലാ കുട്ടികളും വരുന്നതിൽ, ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലും അവരെ ഹെൽത്തും മെന്റലിയും എല്ലാം ഉഷാറാവുന്നുണ്ട്. നിങ്ങളൊരു കരാട്ടെ ഫാമിലിയാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ലൈഫും മറ്റു കാര്യങ്ങളും? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. കരാട്ടെ തന്നെ ഞങ്ങളുടെ ജീവിതം. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇത് തന്നെയാണ്. ഫ്രാൻസിസ് മാഷിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്താ പറയാ, സെൻസായി ഓൾ ഇൻ ഓൾ. എന്താ പറയാ, എല്ലാ കാര്യത്തിലും നമ്മളൊരു ടൂർണമെന്റ് നടത്തുമ്പോൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും A to Z വരെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സെൻസായിനോട് പറയുന്ന ഒരു കാര്യമാണ് വൈഡായിട്ട് ചെയ്യുക എന്നുള്ളത്. സെൻസായിക്ക് ഇഷ്ടം കുറച്ച് കുട്ടികൾ അത് വൃത്തിയായി ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്തു A to Z. വലിയ ഫംഗ്ഷൻ ആണെങ്കിലും ചെറിയ ഫംഗ്ഷൻ ആണെങ്കിലും വലിയ ഫംഗ്ഷൻ നടത്തുന്ന പോലെ തന്നെയാണ് സെൻസായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അടുത്ത വർഷത്തിലും നന്നായി ചെയ്യണം അല്ലേ സെൻസായി? ഓക്കെ. നമ്മുടെ ഈ കരാട്ടെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കരാട്ടയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ പുതിയ ആൾക്കാരോട് എന്താണ് പറയുന്നത്? ഇത് നമ്മുടെ മാനസികമായി, ശാരീരികമായി, ഭൗതികമായി നമ്മൾ ഉയർത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മാർഷൽ ആർട്ട്. അത് കരാട്ടെ ആയിക്കോട്ടെ, കളരി ആയിക്കോട്ടെ, കുംഫു ആയിക്കോട്ടെ, ബോക്സിംഗ് ആയിക്കോട്ടെ, ഏത് ആർട്ടായാലും നല്ല കാര്യമാണ്. കുട്ടികൾ എന്തായാലും തീർച്ചയായും നിർബന്ധമായിട്ടും ഏതെങ്കിലും മാർഷൽ ആർട്ട് കുട്ടികളെ വിടണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് കുട്ടികളെ എന്തായാലും ഉന്നതി എത്തിക്കുകയുള്ളൂ. ഫിസിക്കലി ഇപ്പം അറിയാം, നമുക്കറിയാം ഒരു 20 വയസ്സ് 25 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇപ്പം എല്ലാവർക്കും വരുന്നുണ്ട്. അതെന്താ കാര്യം, അനാരോഗ്യമായ ഭക്ഷണ രീതിയും ജീവിത ശൈലിയാണ് നമ്മളെ ഈ രീതി എത്തിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ അത് കുട്ടിയെ കുറച്ചും കൂടി നല്ല രീതിയിൽ കുട്ടികളെ ആരോഗ്യപരമായിട്ട് മുന്നോട്ടുള്ള നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് പറ്റും. നല്ല കാര്യമാണ്. എന്തായാലും എല്ലാവരും മുന്നോട്ട് വരട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.